നമസ്കാരം, എൻ്റെ പേര് ശില്പ. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പാർട്ടി, ഫംഗ്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടതുപോലെ തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. മേക്കപ്പ് ലുക്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാനിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗബ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ മേക്കപ്പ് ബ്രഷ് കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ എൻറ്റയർ മേക്കപ്പ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആമസോണിൽ വരെ എവിടെയെങ്കിലും നിങ്ങൾ മേക്കപ്പ് ബ്രഷസ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് കണ്ടിട്ടുണ്ടാവും. ഈ ബ്രഷസിൻ്റെ കുട്ടി റിവ്യൂവും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഇനിയല്ല പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രഷസ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എല്ലാ ബ്രഷസും ഈ ഒരു കിറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്കൊരു എൻറ്റയർ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ബ്രഷസും ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ 8 ബ്രഷസ് എന്ന് പറഞ്ഞാൽ അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എൻറ്റയർ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന 8 ബ്രഷസ് ഈ ഒരു പ്രൈസിൽ എന്ന് പറയുന്നത് വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ബ്രഷസിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഗൈഡും എന്തൊക്കെ ബ്രഷാണ്, എന്തിനൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ എവിടെയും പോയി സെർച്ച് ചെയ്യേണ്ടിയോ നോക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു പാക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാക്കേജിൽ തന്നെ അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ബ്രഷസ് ആണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളതും കൂടി ഒന്ന് ഞാൻ പറയാം. ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് പൗഡർ ബ്രഷാണ്, രണ്ടാമത്തേത് ബ്ലഷിൻ്റെ ബ്രഷാണ്, രണ്ടാമത്തേത് ഫൗണ്ടേഷൻ ബ്രഷ്, ഇത് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ്, ഐ ഷാഡോ ബ്രഷ്, സ്പൂലി, ലിപ് ബ്രഷ്, പിന്നെ ഒരു ഐ ഷാഡോ, ഒരു സ്ലാൻഡ് ആയിട്ടുള്ള ഐ ഷാഡോ ബ്രഷും കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈസി ടു വാഷ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒട്ടും പൗഡർ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് ഒട്ടും വേസ്റ്റ് ആവില്ല. ഡ്യൂറബിൾ ആണ്, 100% ക്രൂവൽറ്റി ഫ്രീ ആണ്, അതേപോലെ തന്നെ ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. ഇത് നല്ല പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ ആണ് കേട്ടോ. നമുക്കൊരു ഹൈ എൻഡ് ബ്രഷിൻ്റെ അതേ ഒരു ലുക്കും ഫീലും ആണ് ഉള്ളത്. ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പാക്ഡ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഷെഡ് ചെയ്യും. അതായത് ഈ ബ്രിസിൽസ് ഇങ്ങനെ പൊടിഞ്ഞു വരും അല്ലെങ്കിൽ ഇതിനകത്ത് വിട്ട് വരും എന്നുള്ള പേടിയൊന്നും വേണ്ട. പ്രൊഫഷണൽ യൂസിനും അതേപോലെ തന്നെ നമ്മൾക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് ഈ ഒരു ബ്രഷിനുള്ളത്. അപ്പോൾ അത്രയാണ് ഈ ബ്രഷസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് കടക്കാം. നമുക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം കേട്ടോ. ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലുക്കിന് ഒരുപാട് പ്രോഡക്റ്റും അതായത് ഒരുപാട് ലെയർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് കേട്ടോ. നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. നമ്മൾ വെഡിങ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മേക്കപ്പ് ഒന്നും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഷുഗറിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ പോർസ് ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് ഇനി ബ്രഷസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ അണ്ടർ ഐ ഏരിയ ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഐ ഷാഡോ ബ്രഷാണ്, ബട്ട് നമുക്കിത് കൺസീലർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മളെ കൺസീലർ ഒന്ന് അണ്ടർ ഐസിൽ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസീലർ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റ് എന്നുള്ള കൺസീലറാണ് കേട്ടോ. ഞാൻ ഈ ഒരു പീച്ച് ഷെയ്ഡ് വെച്ചിട്ട് ഒരു കളർ കറക്ഷൻ പോലെ ചെയ്യുകയാണ് ഫസ്റ്റ്. നല്ല എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്, അത് എടുത്ത് പറയാനാട്ടോ. നമുക്ക് ഒട്ടും പോക്കുന്ന പോലെയൊന്നും ഫീലേ ചെയ്യണില്ല. ഒരുപാട് ബ്രഷസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്കിന്നിലേക്ക് വല്ലാണ്ട് പോക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇതൊട്ടും അങ്ങനത്തെ ഒരു ഫീലും ഇല്ല എന്നുള്ളതാണ് ഈ ബ്രഷിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ എന്താ പറയുക, റിയൽ ടൈമിൽ തന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ എത്ര ഈസി ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇത്രയും മതി. ഞാൻ ഡാർക്ക് സർക്കിൾ ഉള്ള ആ ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേലെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഒരു 2 പമ്പ് ഷേക്ക് ചെയ്യാം. 2 പമ്പ് കയ്യിലെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളുടെ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
എല്ലാ ബ്രഷും തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുമ്പോൾ. ആപ്ലിക്കേഷൻ ബ്രഷാണ്. ഇതൊരു ബഫ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബ്രഷ് അല്ല. ഇത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ് കേട്ടോ. പഫിംഗ് ബ്രഷും ആപ്ലിക്കേറ്റർ ബ്രഷും രണ്ടും വ്യത്യസ്തമാണ്. ഇതിങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ബ്രഷാണ്. നല്ല പാക്ഡ് ആയിട്ടുള്ള ബ്രിസിൽസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാം. കാരണം അതൊരു ബഫിംഗ് ബ്രഷ് അല്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൗഡർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യാം. ഞാൻ മെബ്ലിൻ ഫിറ്റ് മീൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പൗഡർ ബ്രഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എൻറ്റയർ ഫേസ് വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ടും പൗഡർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പൗഡർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഐ മേക്കപ്പിൻ്റെ കാര്യത്തിൽ കിടക്കട്ടെ. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ കൺസീലർ ഞാൻ യൂസ് ചെയ്ത ബ്രഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്രഷിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐ ഷാഡോ ചെയ്യാവുന്നതാണ്. ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മളുടെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഐ ഷാഡോ ബ്ലെൻഡായി കിട്ടുന്നുണ്ട്. ആൻഡ് ഒട്ടും സ്കിന്നിലേക്ക് പോക്ക് ചെയ്യുന്നില്ല. അത് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പല ബ്രഷസും ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങനെ സ്കിന്നിലേക്ക് പോക്ക് ചെയ്ത് നമുക്കൊരു വേദന ഉണ്ടാവുന്ന രീതിയിലാവാറുണ്ട് പല ബ്രഷസും. ഇത് അങ്ങനെ ഒട്ടും അങ്ങനെ ആവണില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഞാൻ ഈ ഒരു ഷാംപെയിൻ ഗോൾഡ് ഷെയ്ഡ് യൂസ് ചെയ്യാണ്. ഇതെടുത്തിട്ട് നമുക്ക് ഇന്നർ കോർണറിലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കൊരു സിമ്പിൾ ഐ മേക്കപ്പ് മതി. ഒരുപാട് ആർഭാടൊന്നും ആക്കുന്നില്ല ഞാൻ. ഈവൻ നമുക്ക് ഷിമ്മേഴ്സും നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഷിമ്മറും നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രഷിൽ കിട്ടുന്നുണ്ട്. ആൻഡ് പ്രോഡക്റ്റ് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡായി കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഐ ഷേഡോ വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ബ്ലെൻഡിങ്ങിലൊക്കെയാണ് കാര്യം. അത് ചെയ്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്ത ഒരു ഫീലൊക്കെ ഉണ്ടാവും. സ്ലാൻഡിങ് ഐ ഷാഡോ ബ്രഷില്ലേ, ഒരു ആങ്കുലർ ബ്രഷ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാം. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ എന്തായാലും ഐലൈനർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഐലൈനർ പോലെ എഴുതാം കേട്ടോ. ഈ ഒരു ആങ്കുലർ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള സംഭവം ഒന്ന് പൗഡർ ബ്രഷ് വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഡ്രമാറ്റിക് ആയി പോകണ്ടെന്നുള്ളതും കൊണ്ടാണ് അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷിൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എക്സസ് ആയിട്ടുള്ളത് ഡസ്റ്റ് ഓഫ് ചെയ്യാം. ബ്ലഷൊക്കെ പിക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ബ്രഷിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ടും എക്സസ് ആയിട്ടുള്ള ഡസ്റ്റ് ഓഫ് ചെയ്തിട്ടും നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ചില ബ്രഷിലൊന്നും പ്രോഡക്റ്റ് പിക്ക് ചെയ്യേയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് പിക്ക് ചെയ്യുകയും ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഹൈലൈറ്ററും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ അപ്ലൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ലിപ് ബ്രഷില്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ എന്താ പറയുക ബ്രോ ബോണും അതേപോലത്തെ ഇന്നർ കോർണറും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല കുട്ടി ബ്രഷ് ആയതുകൊണ്ടേ നല്ല പ്രിസൈസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഐബ്രോസും കൂടി ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ഈ സ്പൂളി വെച്ചിട്ട് നമ്മൾ ഐബ്രോ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു സ്പൂളി നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ ഉള്ള ഐബ്രോ പെൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിന് കൂടെ സ്പൂലി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഫേം ആയിട്ടുള്ള സ്പൂലിയാണ്, ഒട്ടും ഫ്ലിംസി ആയിട്ട് കളിക്കുന്നൊന്നുമില്ല.
ഫേമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ബ്രഷും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു ബ്രഷിലും ഒരു പരാതിയില്ല. കാരണം ഐഷാഡോ ഒക്കെ നമുക്ക് ഒരു 10-15 ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഐഷാഡോ ചെയ്തെടുക്കും. എല്ലാ മേക്കപ്പും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ബ്രഷസും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്രഷ് യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ക്രൈലൻ ബ്രാൻഡിൻ്റെ ഈ ഒരു പാലറ്റിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്രഷ് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടാവുന്നതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ മിക്സ് ചെയ്തിട്ട് ലിപ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അങ്ങനെ ഇടുമ്പോൾ. അപ്പോൾ നമ്മളുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സസറൈസ് ഒക്കെ ചെയ്തിട്ട് ഓടി വരാം. അപ്പോൾ ഗബിൻ്റെ ഈ ഒരു പാക്ക് ഓഫ് 8 വരുന്ന മേക്കപ്പ് ബ്രഷസ് ഞാൻ മസ്റ്റ് ആയിട്ടും റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾ ബ്രഷസ് വാങ്ങാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കംപ്ലീറ്റ് മേക്കപ്പും ഈ ഒരു ബ്രഷസ് യൂസ് ചെയ്തിട്ട് സോർട്ടഡ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നത്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.